അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായി ശ്രീരാമയന്ത്ര പ്രതിഷ്ഠ നടന്നു. ചൈത്ര നവരാത്രിയുടെ പുണ്യദിനത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിച്ചത്. 500 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്ന രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ മഹോത്സവം നടന്നത്. കാശിയിലെ ആചാര്യൻ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 51 ആചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ധർമ്മസ്ഥല ക്ഷേത്രാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുതിർന്ന RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി എന്നിവരും പങ്കെടുത്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാമയന്ത്രത്തിനു മുൻപിൽ ആരതിയും പൂജയും നടത്തി. പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ക്ഷേത്രത്തിലെ 1ാം നിലയിലെ രാം ദർബാറിലും ഗർഭഗൃഹത്തിൽ രാംലല്ലയ്ക്ക് മുൻപിലും ആരതിയിലും പൂജയിലും പങ്കെടുത്തു. രാമരക്ഷായന്ത്രം കേവലം ചിഹ്നമല്ലെന്നും അത് അഗാധമായ അറിവിന്റെയും തത്വത്തിന്റെയും പ്രതീകമാണെന്നും ചടങ്ങുകൾക്ക് മുൻപ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞിരുന്നു. സനാതനത്തിന്റെ ഒരു പുത്തൻ സൂര്യോദയത്തിന്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും വർഷക്കരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. 2020 ഓഗസ്റ്റിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമിപൂജ നടത്തിയത്. പിന്നീട് 2024 പ്രാണപ്രതിഷ്ഠയിലും ധർമ്മധ്വജാരോഹണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ക്ഷേത്രം പൂർണ്ണതയിലെത്തുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം 1200ഓളം ഭക്തന്മാർക്കൊപ്പമാണ് അമ്മ രാമജന്മഭൂമിയിലെത്തിയത്. ശ്രീരാമ ജന്മഭൂമിയിൽ രാമരക്ഷയന്ത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ചൈത്ര നവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിൽ അമ്മയുൾപ്പെടെയുള്ള ആത്മീയ നേതൃനിരയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അയോധ്യയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.